മാത്സിലെ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര. അപ്പോൾ പേജ് നമ്പർ 63 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. അതായത് 1, 6, 11, 16 എന്ന് പറഞ്ഞ് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും കണ്ടെത്താം. അതിൽ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 6 മൈനസ് 1 എന്ന് പറയുന്ന ഡി ഈക്വൽ ടു 5. ഇനി നമ്മൾ എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സീക്വൻസിനെ ഓൾജിബ്രൈക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു എ എന്ന് പറയുന്നത് 1 ആണ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്, 5. അപ്പോൾ എങ്ങനെ എഴുതാം, ഈ 5 ഇൻറ്റു എൻ, അപ്പോൾ 5n മൈനസ് 5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ എന്തായി 1 പ്ലസ് 5n മൈനസ് 5 എന്ന് കിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഈ 1 മൈനസ് 5 എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടി. അപ്പോൾ 5n മൈനസ് 4. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു ഓൾജിബ്രൈക് ഫോം എഴുതാനാണ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്താണ്, 5n മൈനസ് 4 ആണ്. നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 2, 7, 12, 17 എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ എ കണ്ടുപിടിച്ചു, എ ഈക്വൽ ടു 2. ദെൻ ഡി ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 7 മൈനസ് 2 കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 എന്ന് കിട്ടി. ഇനി എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഫോർമുല നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം, ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു 2 പ്ലസ്, അതായത് നമ്മുടെ എ എന്ന് പറയുന്നതാണ് 2 ആണ്, പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 5. അപ്പോൾ 5 എന്ന് പറയുന്നത് ഡി ആണ്, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2 പ്ലസ് എന്താണ് 5 ഇൻറ്റു എൻ 5n മൈനസ് 5 ഇൻറ്റു മൈനസ് 5 മൈനസ് 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ എഴുതാം, 5n മൈനസ് എന്താണ്, ഈ 2 മൈനസ് 5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മൈനസ് 3 എന്ന് കിട്ടി. അപ്പോൾ 5n മൈനസ് 3 എന്ന് പറഞ്ഞ ഓൾജിബ്രൈക് ഫോം നമുക്ക് കിട്ടി. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോമാണ് എക്സ് എൻ ഈക്വൽ ടു 5n മൈനസ് 3 എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 21, 32, 43 ആൻഡ് 54 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം, എ ഈക്വൽ ടു 21. ദെൻ ഡി എന്ന് പറയുന്നത് 32 മൈനസ് 21 ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക, ഡി ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇനി ഫോർമുല യൂസ് ചെയ്യാം, എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ 21 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 11 എന്ന് കിട്ടും. അപ്പോൾ 21 പ്ലസ് 11 ഇൻറ്റു എൻ 11n മൈനസ് 11 ഇൻറ്റു 1 11 എന്ന് കിട്ടി. അപ്പോൾ 11n പ്ലസ് എന്താണ് 21 മൈനസ് 10 മൈനസ് 11 അങ്ങനെ വരുമ്പോൾ പ്ലസ് 10 എന്ന് കിട്ടി. അപ്പോൾ 11n പ്ലസ് 10. അതായത് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്താണ്, എക്സ് എൻ ഈക്വൽ ടു 11n പ്ലസ് 10 എന്നാണ്. നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 19, 28 ആൻഡ് 37. ഇതാണ് നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം, എ ഈക്വൽ ടു 19. ദെൻ ഡി എന്ന് പറയുന്നത് 28 മൈനസ് 19. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും കോമൺ ഡിഫറൻസ്. ദെൻ എ എൻ ഫോർമുല യൂസ് ചെയ്തിട്ട് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഫോർമുലയിൽ നമുക്ക് എൻ്റെയും ഡിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അപ്പം എക്സ് എൻ ഈക്വൽ ടു എത്രയാണ്, എ എന്ന് പറയുന്നത് 19 ആണ്, പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ 9 എന്ന് കിട്ടി. അപ്പം 19 പ്ലസ് എന്താണ് 9 ഇൻറ്റു എൻ 9n മൈനസ് 9 ഇൻറ്റു 1 9. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 9n പ്ലസ് 19 ഈ മൈനസ് 9 കൂടി ചെയ്യുമ്പോൾ എന്തായിരിക്കും 10 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് എൻ ഈക്വൽ ടു 9n പ്ലസ് 10 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സീക്വൻസ് എങ്ങനെ ആൾജിബ്രൈക് ഫോമിൽ എഴുതാൻ നോക്കാം. ആദ്യം നമ്മുടെ ഗിവൺ സീക്വൻസ് എന്ന് പറയുന്നത് 1, 1.5, 2, 2.5 ആണ്. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1ഉം ആൻഡ് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, നമ്മൾ ഈ 1.5 നിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് 1/2 ആണ്.
ഇനി നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു 1 പ്ലസ് എന്താണ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ് ഹാഫ് ആണ്. അപ്പോൾ എന്താ വരിക 1 പ്ലസ് ഹാഫ് ഇൻറ്റു എൻ 1/2 എൻ മൈനസ് ഹാഫ് ഇൻറ്റു 1 1/2. ഓക്കെ, അപ്പം എന്താ വരിക എന്ന് വെച്ചാൽ 1/2 എൻ പ്ലസ് ഈ 1-ൽ നിന്ന് ഒരു ഹാഫ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്തായിരിക്കും ഹാഫാണ്. അപ്പോൾ ഹാഫ് എൻ പ്ലസ് ഹാഫ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എക്സ് എൻ ഈക്വൽ ടു ഹാഫ് എൻ പ്ലസ് 1/2. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 1/6, 1/3, 1/2 ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് എ ഈക്വൽ ടു 1/6. ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1/3 മൈനസ് 1/6 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ല. അപ്പോൾ അത് സെയിം ആക്കാൻ വേണ്ടി നമ്മളിവിടെ ഈ ഒരു 1/3നെ ഇൻറ്റു 2 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മൈനസ് 1/6, അതായത് 1/6 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എയും കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ദെൻ നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓൾജിബ്രൈക് ഫോം എഴുതാം. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു 1/6 പ്ലസ് n-1 ഇൻറ്റു എന്താണ് 1/6. അപ്പോൾ ഡി അതുപോലെ തന്നെ എയും 1/6 ആണ്. അങ്ങനെ വരുമ്പോൾ 1/6 പ്ലസ് 1/6 ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ 1/6n മൈനസ് 1/6 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു മൈനസ് 1/6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും ഈ 1/6 പോവും, ഈ 1/6 പോവും, 0 ആയി പോവും. അപ്പോൾ ബാക്കിയുള്ളത് ഈ 1/6 n ആണ്. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്താണ് എക്സ് എൻ ഈക്വൽ ടു 1/6 n. Question: The terms of some arithmetic sequences in two specified positions are given below. Find the algebraic form of each. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു സീക്വൻസിലെ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ 10th ടേമും. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിവൺ ഡേറ്റ നമുക്കൊന്ന് എഴുതാം. അതായത് ഫസ്റ്റ് ടേം നമുക്കറിയാം a1 ഈക്വൽ ടു 5 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ് 5. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് തന്നിരിക്കുന്നത് a10, അതായത് 10th ടേം എന്ന് പറയുന്നത് എന്താണ് 23. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം a10 ഈക്വൽ ടു 23 എന്ന് പറഞ്ഞതിനെ 23 ഈക്വൽ ടു a പ്ലസ് 10-1 ഇൻറ്റു ഡി എന്ന് എഴുതാമല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരിക 5 പ്ലസ് 9d എന്ന് വരും. അതായത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് a5 ആണ് എന്നുള്ളത്, പ്ലസ് 10-1 എന്ന് പറയുമ്പോൾ 9, അപ്പോൾ 5 പ്ലസ് 9d എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ 5 കോൺസ്റ്റൻറ്റ് നമ്മൾ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആക്കുമ്പോൾ 23 മൈനസ് 5 ഈക്വൽ ടു 9d എന്ന് കിട്ടും. അപ്പോൾ 23 മൈനസ് 5 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ d ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ a ആയി d ആയി. ഇനി നമുക്ക് ഓൾജിബ്രൈക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാലോ. അപ്പോൾ ജനറൽ ഫോർമുല യൂസ് ചെയ്യുക, അതായത് an ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം a എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. ഓക്കെ, അപ്പോൾ 5 പ്ലസ് എന്താ എഴുതുക 2 ഇൻറ്റു n 2n മൈനസ് 2 ഇൻറ്റു -1 2. അങ്ങനെ വരുമ്പോൾ ഇവിടെ 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 2n പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്താണ് എക്സ് എൻ ഈക്വൽ ടു 2n പ്ലസ് 3 എന്ന് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 5 എന്ന് തന്നിട്ടുണ്ട്, ദെൻ 7th ടേം 23. നമുക്കിതിനെ അൾജിബ്രൈക് ഫോമിലാക്കി എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം, ആദ്യം ഗിവൺ നമുക്ക് a1 എന്ന് പറയുന്നത് 5, അതായത് a ഈക്വൽ ടു 5 ആണ്. ദെൻ 7th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് a7 ഈക്വൽ ടു 23 എന്ന് എഴുതാം. അപ്പോൾ a7 നമുക്ക് എങ്ങനെയും കൂടി റെപ്രസെൻറ്റ് ചെയ്യാം 23 ഈക്വൽ ടു a പ്ലസ് 7-1 ഇൻറ്റു ഡി എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ വാല്യൂ 5 ആണല്ലോ, അപ്പോൾ 5 പ്ലസ് 7-1 എന്ന് പറയുമ്പോൾ 6d. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 23 മൈനസ് 5 ഈക്വൽ ടു 6d. അങ്ങനെ വരുമ്പോൾ 6d ഈക്വൽ ടു എന്താണ് 18. അപ്പോൾ d ഈക്വൽ ടു 18/6, അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾജിബ്രൈക് ഫോം എഴുതാം. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു 5 പ്ലസ്
എന്താണ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3. അപ്പോൾ 5 പ്ലസ് 3 ഇൻറ്റു എൻ 3n മൈനസ് 3 ഇൻറ്റു 1 3 എന്ന് കിട്ടി. ഇനി ഈ 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 3n പ്ലസ് 2 ആണ് ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5th ടേം 10 എന്ന് തന്നിട്ടുണ്ട്. ദെൻ 10th ടേം എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗിവൺ ഡാറ്റ. ഇതിൽ നമുക്ക് 5th ടേമിനെ എങ്ങനെ എഴുതാം? a5 ഈക്വൽ ടു a പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം. അതായത് a5 എന്ന് പറയുന്നത് 10 ആണല്ലോ, അപ്പോൾ 10 ഈക്വൽ ടു a പ്ലസ് 4d എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ 10th ടേമിനെ നമുക്ക് എഴുതാം. അപ്പോൾ a10 ഈക്വൽ ടു a പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി, അതായത് 5 ഈക്വൽ ടു a പ്ലസ് 9d. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി, 2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് അത് സോൾവ് ചെയ്തിട്ട് എൻ്റെയും ഡിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ സബ്ട്രാക്ടിങ് 2 മൈനസ് 1. ഓക്കെ, അങ്ങനെ വരുമ്പോൾ a പ്ലസ് 9d മൈനസ് 4 a പ്ലസ് 4d ഈക്വൽ ടു 5 മൈനസ് 10. അതായത് ഇപ്പോൾ ഇവിടുന്ന് എയും എയും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 9d മൈനസ് 4d. അപ്പോൾ 5 മൈനസ് 10 എന്ന് പറയുമ്പോൾ മൈനസ് 5 എന്ന് കിട്ടി. അപ്പോൾ 9d മൈനസ് 4d എന്ന് പറയുമ്പോൾ 5d ഈക്വൽ ടു മൈനസ് 5. അങ്ങനെ വരുമ്പോൾ ഡിൻ്റെ വാല്യൂ മൈനസ് 1 എന്ന് കിട്ടി. ഇനി നമുക്കിതുപോലെ എയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിൻ്റെ വാല്യൂ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ a പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു 10 എന്ന് കിട്ടി. അങ്ങനെ വരുമ്പോൾ a ഈക്വൽ ടു ഈ 4 മൈനസ് 4 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്ലസ് 4 ആയി മാറും. അങ്ങനെ നമുക്ക് a കിട്ടി 14. അപ്പോൾ നമുക്കിപ്പോൾ എയും കിട്ടി, ഡിയും കിട്ടി. ഇനി ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾജിബ്രൈക് ഫോം എഴുതാമല്ലോ. അപ്പോൾ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതിൽ xn ഈക്വൽ ടു എന്താണ്? a എന്ന് പറയുന്നത് 14 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് മൈനസ് 1. അപ്പോൾ 14 പ്ലസ് മൈനസ് 1 ഇൻറ്റു n മൈനസ് 1n പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പോൾ പ്ലസ് 1. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ 14 പ്ലസ് 1 15 മൈനസ് 1n, അതായത് 15 മൈനസ് n. അപ്പോൾ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾജിബ്രൈക് ഫോം ഓഫ് ദ ടേംസ് എന്ന് പറയുന്നത് xn ഈക്വൽ ടു 15 മൈനസ് n ആണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ടേം 2 തന്നിട്ടുണ്ട്, 12th ടേം 8 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗിവൺ ഡാറ്റാസ് 8th ടേം 2ഉം 12th ടേം 8 ആണ്. അപ്പോൾ ഇതിലെ 8th ടേം എന്ന് പറയുന്നത് a8 ഈക്വൽ ടു a പ്ലസ് 8 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം. അതായത് 2 ഈക്വൽ ടു a പ്ലസ് 7d. അപ്പോൾ അത് നമ്മുടെ ഇക്വേഷൻ 1 ആയി. ഇനി 12th ടേമിനെ നമുക്ക് ഇതുപോലെ എഴുതാം. അപ്പോൾ a12 ഈക്വൽ ടു a പ്ലസ് 12 മൈനസ് 1 ഇൻറ്റു ഡി. അതായത് എന്താണ്? 8 ഈക്വൽ ടു a പ്ലസ് 11d. ആ രണ്ട് ഇക്വേഷൻ കിട്ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിയും എയും ഇതിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ 2ൽ നിന്ന് എന്താണ് 1 മൈനസ് ചെയ്യാണ്. അപ്പം a പ്ലസ് 11d മൈനസ് a പ്ലസ് 7d ഈക്വൽ ടു 8 മൈനസ് 2. അപ്പോൾ ഇതിൽ a ക്യാൻസൽ ആയിപ്പോയി. 11d മൈനസ് 7d, അതായത് 4d ഈക്വൽ ടു 8 മൈനസ് 2 എന്ന് പറയുമ്പോൾ 6. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? d ഈക്വൽ ടു 6/4 എന്ന് വരും. 6/4 എന്ന് പറയുമ്പോൾ 3/2 ആണ് ആൻസർ. ഓക്കെ, 3/2നെ നമുക്ക് 1.5 എന്നും എടുക്കാം, അല്ലെങ്കിൽ 3/2 എന്നും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? d ഈക്വൽ ടു 1.5 എന്ന് പറയുന്നതിനെ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a പ്ലസ് 7 ഇൻറ്റു 1.5 ഈക്വൽ ടു 2. അതായത് 7 ഇൻറ്റു 1.5 എന്ന് പറയുമ്പോൾ 10.5 ആണ്. അപ്പോൾ a ഈക്വൽ ടു 2 മൈനസ് 10.5. അപ്പോൾ എൻ്റെ വാല്യൂ നെഗറ്റീവ് 8.5 എന്ന് കിട്ടി. ഇനി നമുക്ക് ജനറൽ ഫോർമുലയിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം xn ഈക്വൽ ടു എന്താണ്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ മൈനസ് 8.5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 1.5. അതായത് നമ്മുടെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്താണ്? 1.5n മൈനസ് 10. Question: Prove that the arithmetic sequence with first term 1/3 and common difference 1/6 contains all natural numbers. Okay, അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് ആൻഡ്
കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലുള്ള എല്ലാ ടേംസും എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. എ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ടേം 1/3 തന്നിട്ടുണ്ട്. ദെൻ കോമൺ ഡിഫറൻസും 1/6 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാം. അപ്പോൾ എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ എ നമുക്കറിയാം 1/3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി അറിയാം 1/6. അപ്പോൾ ഇത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 പ്ലസ് എന്താണ് എൻ മൈനസ് 1/6 എന്നാവും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കണം. അപ്പോൾ ഈ 1/3 നമ്മൾ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തു 2 വെച്ചിട്ട്. അപ്പം 2/6 പ്ലസ് എൻ മൈനസ് 1/6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ ആൻസർ n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 എന്നാണ്. ഇതാണ് ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ xn എന്താണ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു xn എന്ന് പറയുന്നത് 1 2 3 4 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് n പ്ലസ് 1/6 എന്തായിരിക്കണം ഈ 1 2 3 4 5 ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 6നെ ഇതിനെല്ലാം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 1 ഇൻറ്റു 6 2 ഇൻറ്റു 6 3 ഇൻറ്റു 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാണ് 16 12 18 ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടി. ഇനി നമുക്ക് ഉള്ളത് ഈ ഒരു +1 കൂടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ സൈൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 6 മൈനസ് 1 12 മൈനസ് 1 18 മൈനസ് 1 എന്ന് കിട്ടി. അതായത് n എന്ന് പറയുന്നത് എന്താണ് 5 11 17 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇതെല്ലാത്തിലും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയുക വെച്ചാൽ ഈ എന്നിൻ്റെ വാല്യൂ ഇവിടെ 5 ആണ്. അപ്പോൾ നമ്മൾ ഈ 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 പ്ലസ് 1/6 എന്ന് പറയുമ്പോൾ 6/6. അപ്പോൾ ആദ്യത്തെ ടേം കിട്ടി 1. ദെൻ 11 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 12/6 2 എന്ന് കിട്ടി. ദെൻ 17 പ്ലസ് 1 18 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ കിട്ടി സീക്വൻസ് 1 2 3 4 എന്ന് പറയും. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു സീക്വൻസിൽ എല്ലാ ടേംസും എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് എന്ന് പറയാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1/3യും കോമൺ ഡിഫറൻസ് 2/3യും തന്നിട്ടുണ്ട്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും ഓഡ് നമ്പറാണ്, ഈ സീക്വൻസിൽ ഈവൺ നമ്പറേ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് ഡാറ്റാസ് എല്ലാം എടുത്തെഴുതി. എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 1/3യും കോമൺ ഡിഫറൻസ് ഡി 2/3യും എഴുതി. ഇനി ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് അതായത് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാം. അപ്പോൾ ഇതിൽ എൻ്റെ വാല്യൂ നമുക്കറിയാം 1/3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2/3. അപ്പം എ എൻ ഈക്വൽ ടു എന്താണ് 1 പ്ലസ് 2 ഇൻറ്റു എൻ 2n മൈനസ് അതായത് 2 ഇൻറ്റു -1 ആണല്ലോ, അപ്പോൾ -2 ഹോൾ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ഈ ഒരു വേരിയബിളും കോൺസ്റ്റൻ്റ് ഉള്ളത് എഴുതാം, കോഎഫിഷ്യൻ്റ് ഉള്ളത് എഴുതാം. 2n മൈനസ് 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ 2n മൈനസ് 1 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. അതായത് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം കിട്ടി xn ഈക്വൽ ടു 2n മൈനസ് 1/3. ഓക്കെ, ഇനി നമുക്കറിയാം അതായത് ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടും എന്തായിരിക്കും ഒരു ഈവൺ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഈവൺ നമ്പർ നമ്മൾ -1 അതായത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 വെച്ച് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു ഓഡ് നമ്പറും ആയിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറിനെ മറ്റൊരു ഓഡ് നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്തായിരിക്കും കിട്ടുക ഒരു ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ 3 കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. അതായത് 2n എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. അപ്പോൾ 2n മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓൾജിബ്രൈക് ഫോം xn എന്ന് പറയുന്നത് 2n മൈനസ് 1/3 എന്നാണല്ലോ. അപ്പോൾ 2n മൈനസ് 1 എന്ന് പറയുമ്പോൾ ഈവൺ നമ്പർ -1 ഡിവൈഡ് ബൈ ഇത് ഓൾറെഡി ഒരു ഓഡ് നമ്പറാണ്, അപ്പോൾ ഓഡ് നമ്പർ ഈക്വൽ ടു
ഈവൺ നമ്പർ -1 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഓഡ് നമ്പർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് പ്രകാരം ഒരു ഓഡ് നമ്പർ മറ്റൊരു ഓഡ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സീക്വൻസിലെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്, ഈവൺ നമ്പർ തന്നെ ഇല്ല. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. Question: Prove that in the arithmetic sequence 4, 7, 10, the squares of all terms are also terms of the sequence. Okay. അപ്പോൾ നമുക്ക് ഇങ്ങനെ 4, 7, 10 എന്ന് പറഞ്ഞിട്ടൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ സീക്വൻസിലുള്ള ടേംസിൻ്റെ സ്ക്വയർസും എന്താണ് ഈ സീക്വൻസിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറയും. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എയും ഡിയും ഒക്കെ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ എ എന്ന് പറയുന്നത് 4 ആൻഡ് ഡി കോമൺ ഡിഫറൻസ് ഈ 7 - 4 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ എയും ഡിയും ആയി. ഇനി നമുക്ക് ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? എൻ്റെയും ഡിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാം. അപ്പോൾ എ നമുക്കറിയാം 4 + n - 1 ഇൻറ്റു ഡി 3 ആണ്. അപ്പം 4 + 3n - 3, അതായത് 3 × n 3n - 3 × 1 -3. ഓക്കെ. അപ്പോൾ 4 + 3n - 3 എന്ന് കിട്ടി. ഇനി 4 - 3 എന്ന് പറയുമ്പോൾ +1, ഇനി ബാക്കി 3, അപ്പോൾ 3n + 1. അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിച്ചു. 3n + 1. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ an² ഈ ഒരു സീക്വൻസിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ an² എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു an ഇതാണല്ലോ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3n + 1² എന്ന് എഴുതി. അപ്പോൾ നമുക്കറിയാം ഇതൊരു a + b² എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ a² + 2ab + b² എന്ന് എഴുതാം. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 3n² + 2 × ab, 2ab ആണല്ലോ, അപ്പോൾ 3n × b എന്ന് പറയുമ്പോൾ 1 പ്ലസ് b² എന്ന് പറയുമ്പോൾ 1². അപ്പോൾ ഇതിൽ 3² എന്ന് പറഞ്ഞാൽ 9n² പ്ലസ് 2 × 3 6 × 1 അപ്പം 6, അപ്പോൾ 6n + 1² 1. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ കിട്ടി. ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ 3 × 3n² + 2n + 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഈ ഫോമിലോട്ട് തന്നെ വരും. ഇപ്പോൾ 3 × 3 9, 3 × 2 6 + 1. ഓക്കെ. അപ്പോൾ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റി 3 × 3n² + 2n + 1 എന്ന്. ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 × 3n² + 2n + 1 എന്നുള്ളതിന് നമ്മൾ ഈ 3n² + 2n ഉണ്ടല്ലോ, അതിനെ നമ്മൾ k ആക്കിയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഇതിനെ എഴുതാൻ പറ്റും. 3k + 1 എന്ന ഫോർമാറ്റിൽ. അതിൽ k എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് k വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. ഓക്കെ. അതായത് kൻ്റെ വാല്യൂ ഇതാണെന്ന് അസ്യൂം ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ 3n an² എന്ന് പറഞ്ഞതും 3k + 1 എന്ന ഫോമിൽ കിട്ടി. നമ്മുടെ ഓൾറെഡി ഉള്ള an-ഉം ഈ ഒരു ഫോമിലാണ് ഉള്ളത്. ഓക്കെ. മൾട്ടിപ്പിൾ ഓഫ് 3 + 1ഉം ഇവിടെ അതേപോലെ തന്നെയുള്ള ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. സോ രണ്ടും എന്താണ് സെയിം ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ അപ്പോൾ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ak = 3k + 1 എന്ന് പറയുന്ന ഈ ak എന്ന് പറയുന്നതും ഈ സീക്വൻസിലൊരു ടേം ആണ് എന്ന് പറയാം. ആൻഡ് ദെർഫോർ ദ സ്ക്വയർ ഓഫ് എനി ടേം ഈസ് ഓൾസോ എ ടേം ഇൻ ദിസ് സീക്വൻസ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.